വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ചെറിയൊരു യാത്ര, കുറേ ദൂരത്തൊന്നുമല്ല. തൃക്കരിപ്പൂർ, കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂരാണ് ഉമ്മാൻ്റെ അനിയത്തി താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവിടെ പോകുന്നത്, അവിടുത്തെ ചെറിയൊരു വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരു ഉച്ചയെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. പക്ഷെ ഇവിടെ ഭയങ്കര ഷോക്കായിരുന്നു. കണ്ണൂർ പുതിയ തെരുവിലാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇതിന് മുന്നേ പോയപ്പോൾ നല്ല അടിപൊളി ഫുഡാണ് കിട്ടിയത്. അന്നെന്തോ എല്ലാം ഫ്ലോപ്പായി പോയി. പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും ചായയെല്ലാം കുടിച്ച് സെറ്റായി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ഒറോട്ടിയും അതിൻ്റെ കൂടെ കഴിക്കാൻ പോത്തുംകാലാണ്. പോത്തുംകാലെല്ലാം 2 ദിവസം മുന്നേ ബുക്ക് ചെയ്ത് വാങ്ങിച്ച് വെച്ചിട്ട് അന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടുന്ന് പോയതാണ്. നമ്മൾ പോകുമ്പോഴത്തേക്കന്നെ ഏകദേശം റെഡിയായിന്. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി പോകാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർ കിച്ചണിൽ നിന്ന് ഓരോരോ പണി, ഒരാൾ 2 അടുപ്പിലും 1 വിറകടുപ്പിലും ഉള്ളിലെല്ലാം കൂടിയിട്ട് ഒറോട്ടി ചുടുന്നു. അപ്പോൾ കുറേ ആളുകളുണ്ട്, കുറേ ഒറോട്ടി ചുടണം. അങ്ങനെ ചുടുന്നു. പിന്നെ കുറേ ആൾക്കാർ ഉള്ളിൽ കുട്ടികളായിട്ട് എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ പോത്തുംകാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുണ്ടാക്കി കഴിച്ചാൽ അവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. ഇപ്പോൾ ലാസ്റ്റ് 2 വലിയ റൊട്ടിയാണ് ചുടുന്നത്. പണ്ടെല്ലാം അങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയും. അപ്പോൾ ഒരു റൊട്ടി കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും, ഇപ്പം കുട്ടികൾക്കെല്ലാം 2-3 കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചുട്ടിട്ട് പീസാക്കിയിട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അതുപോലത്തെ 2 റൊട്ടി ലാസ്റ്റ് ചുട്ട്, ബാക്കി ചെറുതൊന്നല്ല, അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചുട്ടെടുത്തത്. റൊട്ടി നമ്മൾ തേങ്ങാപ്പാലിലും നെയ്യിലും മുക്കിയിട്ടാണ് എടുത്ത് വെക്കുന്നത്. ചുട്ടതിന് ശേഷം നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൽ നല്ലോണം ഗീ ഇട്ടിട്ട് അതിൽ മുക്കി എടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ 2-3 ആൾക്കാർ റൊട്ടി ചുടുന്നതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞിന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് പോത്തുംകാല് കഴിക്കാത്ത ചെറിയ കുട്ടികളെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈയും കൂടി ആക്കിയിട്ടുണ്ട്. ഈ ചപ്പിൽ ചുട്ടത് ലാസ്റ്റുള്ള റൊട്ടി മാത്രമാണ്. ബാക്കിയെല്ലാം നേരെ കല്ലിൽ തന്നെ പരത്തിയിട്ടിട്ട് അങ്ങനെയാണ് ചുട്ടെടുത്തത്. അപ്പോൾ ചപ്പിൽ പണ്ടെല്ലാം ചപ്പിലാണ്, ഇതുപോലെ വാഴയിലയിലാണ് വെച്ചിട്ട് ചുട്ടെടുക്കുക. 2 സൈഡിലും വാഴയില വെച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പം പിന്നെ വാഴയിലയിലൊന്നും ചുടലില്ല, വെറുതെ പരത്തിയിട്ട് അടുപ്പിലിട്ട് കല്ലുമലിട്ട് ചുട്ടെടുക്കുക ചെയ്യൽ. അപ്പോൾ ആ സ്പെഷ്യൽ റൊട്ടി ഇതുപോലെ വാഴയില വെച്ചിട്ടാണ് ചുട്ടെടുത്തത്. അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചുട്ടെടുക്കാൻ കുറേ സമയം എടുക്കണം. അതിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് തൊലിയെല്ലാം പൊന്തി വന്ന് ഉള്ളിങ്ങനെ ഒരു കുലുങ്ങുന്നൊരു സ്റ്റൈലാണ്. അപ്പോൾ അതിന് നല്ല ക്ഷമയും വേണം, നല്ല സമയം വേണം. തീയെല്ലാം നല്ലോണം കൊടുത്തിട്ട് വേണം ചുട്ടെടുക്കാൻ. വീട്ടിൻ്റെ പുറത്ത് ഇതുപോലൊരു അടുപ്പിലാണ് സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് കുറേയെല്ലാം. പിന്നെ കുറച്ച് ഗ്യാസിൻ്റെ ഉള്ളും. ഇതാണ് നമ്മൾ സ്പെഷ്യൽ പോത്തുംകാല്. അപ്പോൾ ഇത് രാവിലെ ഒരു 2-1 മണിയാകുമ്പോൾ അടുപ്പിൽ വെച്ചതാണ്. 9 മണിക്കാണ് റെഡിയായത്. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് നോക്കുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. ഒരു 5-6 മണിക്കൂർ സ്ലോ കുക്കായിട്ടാണ് ഇത് റെഡിയാക്കിയെടുത്തത്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. നമ്മൾ ഈ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നതിനെക്കാട്ടിലും എത്രയോ ടേസ്റ്റാണ് ഇതുപോലെ വേവിച്ചെടുക്കാൻ. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. അപ്പോൾ ഇതുപോലെ സൗകര്യമുള്ളിടത്ത് പോയിട്ട് എല്ലാവരും ഒത്തു ചേർന്നിട്ട് ഇതുപോലത്തെ ഐറ്റം ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കതെല്ലാം പറ്റൂ. അതുമാത്രമല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റും ഇതുപോലെ എല്ലാവരും ചേർന്നിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റും വേറെയാണ്. അപ്പോൾ സെർവ് ചെയ്യാൻ ടൈമായി. ഇതിപ്പോൾ ഒരു പോത്തിൻ്റെ ഫുൾ കാലാണ്, വലിയ പോത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു കാലിനെ 4 പീസാക്കിയിട്ട്, അപ്പം 16 പീസ് കാലാണുള്ളത്. പിന്നെ കുറച്ച് ഇറച്ചി മീറ്റും കൂടി വാങ്ങിയിട്ട് ഇതിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക ചെയ്തേ. ഇതിൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലൊരു തളികയിലേക്ക് കോരിയിട്ടിട്ടാണ് അങ്ങ് എടുത്തിട്ട് സെർവ് ചെയ്യുന്നത്. നമ്മളിത് ഇങ്ങനെ കാണുമ്പം ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. അതിൻ്റെ ഫാറ്റാണ്.
പക്ഷെ എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ എണ്ണയിലിട്ട പലഹാരങ്ങളെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത അങ്ങനത്തെ പ്രശ്നമൊന്നും ഇത് കഴിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ, ആർക്കും ഉണ്ടായിട്ടില്ല. എല്ലാവരും നോർമലായിരുന്നു. നമ്മൾ കാണുമ്പം ഭയങ്കര എണ്ണയാന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്ന ആ ഒരു ഇതില്ല. തോന്നുന്നു ആനിമൽ ഫാറ്റിന് അതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. നമ്മൾ സാധാരണ ഈ എണ്ണ പൊരിച്ച് കഴിക്കുന്ന ഫുഡിൻ്റെ ആ ഒരു ഇതൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല എന്നല്ല. ഞാൻ പറഞ്ഞില്ല, ഇതുപോലത്തെ ടയർ വത്തിൽ ചുടാനും കുറേ സമയം എടുക്കണം. ഇതുപോലെ സൈഡിൽ നല്ലോണം ഉരുട്ടി എടുത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പം എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ആദ്യം ആണുങ്ങൾ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 2 തളികയിൽ ഇതുപോലെ കൊണ്ടുവച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഒറോട്ടി ചുടൽ നടക്കുന്നുണ്ട്, ഒരു സൈഡിൽ കഴിക്കൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ പോരായിട്ട് നല്ലോണം ഗീയും കൂടി കുത്തി കയറ്റിയിട്ടാണ് എല്ലാവരും ഒറോട്ടി കഴിക്കുന്നത്. അപ്പോൾ ഭയങ്കര ചൂടാണ്, കാരണം 5-6 മണിക്കൂർ 8 മണിക്കൂറായിട്ട് ആയിട്ടുണ്ടാവും. അത്രയും സമയം അടുപ്പിൽ നല്ല തീയിൽ വെന്തിട്ട് വന്ന ബീഫാണ്. നല്ല ചൂടുണ്ട്. ഇതുപോലെ ചൂടുള്ള ഒറോട്ടിയും ചൂടുള്ള കറിയും കൂടിയിട്ട് ഒഴിച്ചിട്ട് കഴിക്കണം. കൈ തൊടാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം കാണുമ്പം തന്നെ വായിൽ വെള്ളം വരും, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ ഹൈലൈറ്റ് അതിൻ്റെ മജ്ജയാണ്. അപ്പോൾ മജ്ജ നമ്മൾ പുറത്തുള്ള മീറ്റും ഗ്രേവി എല്ലാം എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് വേണം മജ്ജ കുത്തിയെടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുത്തുന്ന സമയത്ത് മൊത്തം തെറിച്ചിട്ട് അടുത്തുള്ള ആൾക്കാരെ കണ്ണിലും മേത്തും എല്ലാം അകലെ ഉണ്ടാകാൻ. അപ്പോൾ ഗ്രേവിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കുത്തിയെടുക്കേണ്ടത്. അപ്പോൾ ആ മജ്ജ എന്ന് പറഞ്ഞാൽ നല്ല ബട്ടറി ആയിട്ടുള്ളൊരു സംഭവം, നമ്മൾ വായിലിട്ടാലും അലിഞ്ഞു പോവും. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നത്. അവർ കഴിക്കുമ്പം തന്നെ കുട്ടികളുള്ള ആൾക്കാരെല്ലാം അവർക്ക് കൊടുത്ത് അവരൊരു സൈഡിലാക്കി. അതിനുശേഷം നമ്മൾ കഴിക്കാനിരുന്നു. അപ്പം അടിപൊളിയാണ്. നമ്മൾ ഇപ്പോൾ ഇടയ്ക്കെല്ലാം ഇതുപോലൊരു വിസിറ്റെല്ലാം ചെയ്യുമ്പോൾ, കുടുംബ വീട്ടിലെല്ലാം വിസിറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു സമാധാനമാണ് മനസ്സിന്. കുട്ടികൾക്കും വലിയ ആൾക്കെല്ലാം നല്ലൊരു സമാധാനമാണ്. അപ്പോൾ ഇടയ്ക്കെല്ലാം ഇങ്ങനെ ഒന്ന് ഒത്തുകൂടാൻ നോക്കുക എല്ലാവരും. ഇൻഷാ അല്ലാഹ് കാണാം.